എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ വജീറ്റയും ഗോക്കുവും അവർ രണ്ടുപേരും പൊരിഞ്ഞ അട്ടിയിട്ടി ബഹളം. വജീറ്റ മുകളിലേക്ക് പോയി ഗോക്കുവിന് നേരെ ഒരുപാട് പവറുകൾ ആഞ്ഞടിപ്പിക്കും. ഗോക്കു ആണെങ്കിൽ ആ പവറിൽ നിന്ന് നല്ല രക്ഷപ്പെടും. ഉടനെ വലിയൊരു പവർ അത് ഗോക്കുവിന് നേരെ ആഞ്ഞടിപ്പിക്കുകയാണ്. ഡാബ്ര ആണെങ്കിൽ ഇപ്പൊ ബാബിഡിയോട് ചോദിക്കും, ഈ കാണുന്ന ഉരുണ്ട് തടിച്ച വൃത്തികെട്ടവനാണോ മാജിക് ബൂ? അതിന് ബാബിഡി പറയും, അതെനിക്കറിയില്ല, ഞാൻ ജനിക്കുന്നതിന് മുൻപാണ് ഇത് പുറത്തേക്ക് വന്നതും സുപ്രീം കായോട് കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള കായസിനെ തല്ലിക്കൊന്നത്. ആകെ രക്ഷപ്പെട്ടത് ഈ സുപ്രീം കായ് മാത്രമാണ്. ഞാൻ ജനിച്ചതിന് ശേഷം മുതൽ അവൻ ആ ഗോളത്തിൽ തന്നെയായിരുന്നു. ഡാബ്ര ആണെങ്കിൽ വീണ്ടും വീണ്ടും അതിനെ അങ്ങനെ തുറച്ചു നോക്കുകയാണ്. ഇവിടെ സുപ്രീം കായോട് ഗോഹാൻ ചോദിക്കും, ഈ വൃത്തികെട്ട സാധനമാണോ നിങ്ങൾ പേടിക്കുന്ന ആ ഒരു മാജിക് ബൂ? അതിന് സുപ്രീം കായ് പറയും, അത് ഇത് തന്നെയാണ്, ഞങ്ങളുടെ പേടി സ്വപ്നമായിരുന്നു ഈ മാജിക് ബൂ. ഇത് വീണ്ടും പുറത്തേക്ക് വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. അവിടെയാണെങ്കിൽ വലിയ ഉച്ചത്തില് ഇപ്പോ മാജിക് ബൂവിനെ വിളിക്കും. പക്ഷെ അതാണെങ്കിൽ ചുറ്റും നോക്കാതെ കറങ്ങി കറങ്ങി അങ്ങനെ നടന്നു വരികയാണ്. ഗോഹാൻ ആണെങ്കിൽ സുപ്രീം കായോട് പറയും, ഇതിനെ കണ്ട് വലിയ പവർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് കഴിഞ്ഞും പവർ എനിക്കുണ്ടെന്നാണ് എന്റെ വിശ്വാസം. എന്റെ മുഴുവൻ പവറും എടുത്ത് ഇതിനെ എനിക്ക് തകർക്കാൻ പറ്റുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതിന് സുപ്രീം കായ ആണെങ്കിൽ അവനോട് ചോദിക്കും, സത്യമാണോ, നിനക്ക് അവനെ തോൽപ്പിക്കാൻ പറ്റുമോ? അവനാണെങ്കിൽ തറപ്പിച്ച് പറയും, എനിക്കത് കഴിയുമെന്നാണ് തോന്നുന്നത്. ഇവിടെ മാജിക് ബൂ ആണെങ്കിൽ ഒന്നും മനസ്സിലാവാത്തതുപോലെ കറങ്ങി തിരിഞ്ഞ് കുട്ടിക്കരണം മറിഞ്ഞ് ചാടി തുള്ളി നടക്കും. അവിടെയാണെങ്കിൽ വിളിച്ചു പറയും, മാജിക് ബൂ, നീ എന്തായി ചെയ്യണേ? അവരെ എത്രയും വേഗം അറ്റാക്ക് ചെയ്ത് ഇല്ലാതാക്ക്. മാജിക് ബൂ, ഞാൻ പറയുന്നത് നിനക്ക് കേൾക്കാൻ കഴിയുന്നില്ലേ? ഞാനാണ് ബാബിഡി, എന്റെ പപ്പയാണ് നിന്നെ ക്രിയേറ്റ് ചെയ്തത്. അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് വീണ്ടും അവൻ പറയും. പക്ഷെ മാജിക് ബൂ ആണെങ്കിൽ വീണ്ടും പലകുത്തനെ മറിഞ്ഞു വന്ന് ലാൻഡ് ചെയ്യാണ്. കട്ട് ചെയ്ത ഇവിടെ വജീറ്റയുടെയും ഗോക്കുവിന്റെയും പോരാട്ടം കാണിക്കും. ഗോക്കു ആണെങ്കിൽ ഇപ്പൊ വജീറ്റയ്ക്ക് നേരെ കൈ നീട്ടും. ഫൈറ്റ് നീ സ്റ്റോപ്പ് ചെയ്യ്, ഒരു വലിയ പവർ എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്റെ ഗസ് ശരിയാണെങ്കിൽ നമ്മുടെ രണ്ടുപേരുടെയും പവർ അബ്സോർബ് ചെയ്ത് ആ മാജിക് ബൂ അത് പുറത്തേക്ക് വന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ പവർ ലെവല് അത് സെൻസ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അവൻ വളരെ പവർഫുൾ ആണ്. ആണെങ്കിൽ കാഷ്ലായിട്ട് പറയും, നീ വെറുതെ സമയം കളയാണ്. ഈ ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ നമ്മളെപ്പോലുള്ള സയാൻ വംശത്തിലുള്ളവരാണ്. നീ ആ സുപ്രീം കായെ കണ്ടിട്ടില്ലേ? തന്നെ നമ്മൾ കരുതുന്ന അത്രയും പവറൊന്നുമില്ല. സോ ആ മാജിക് ബൂവിന് ഒരുപാട് പവർ ഉണ്ടെന്ന് അവൻ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അവന് നമ്മുടെ അത്രയും പവറൊന്നുമില്ല. ഈസി ആയിട്ട് നമുക്ക് അവനെ തോൽപ്പിക്കാൻ കഴിയും. ഇപ്പൊ നീ ഈ ഫൈറ്റ് കംപ്ലീറ്റ് ചെയ്യും. അത് കേട്ട് ഗോക്കു പറയും, ഒരിക്കലുമില്ല, നിന്റെ ചിന്ത അത് തെറ്റാണ്. നീ വെറുതെ മണ്ടത്തരം പറയാതെ മര്യാദയ്ക്ക് ഫൈറ്റ് ചെയ്യും. അതിന് ഗോക്കു പറയും, നിനക്ക് ആ പവർ ലെവല് സെൻസ് ചെയ്യാൻ കഴിയുന്നില്ലേ? നീ ഒന്ന് ഫോക്കസ് ചെയ്യാനായിട്ട് പറയും. അതേസമയം ഇവിടെ മാജിക് ബൂവിന്റെ അടുത്തേക്ക് ബാബിഡി നടന്നു വരും. നിനക്കെന്താ ഞാൻ പറയുന്നത് ആയിട്ട് മനസ്സിലാവുന്നില്ലേ? ഞാനാണ് ബാബിഡി, എന്റെ അച്ഛനാണ് നിന്നെ ക്രിയേറ്റ് ചെയ്തത്. ഇത്രയും വർഷത്തിന് ശേഷം നിന്നെ പുറത്തേക്ക് കൊണ്ടുവന്നത് ഞാനാണ്. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ പുറത്തേക്ക് കൊണ്ടുവന്നത്. ഇന്നു മുതൽ എന്റെ ശിഷ്യനാണ്, ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ കേൾക്കണമെന്ന് പറയും. അതിന് മാജിക് ബൂ ആണെങ്കിൽ അങ്ങനെ തിരിഞ്ഞു നിൽക്കുകയാണ്. ബാബിഡിക്കാണെങ്കിൽ ടെൻഷനാവും, നീ എന്തായി ചെയ്യുന്നേ? നീ എന്റെ അടിമയാണ്, നിന്റെ മാസ്റ്ററും. ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ നീ എന്നെ തന്നെ നോക്കണമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ബഹളം വെച്ചുകൊണ്ടേയിരിക്കും. മാജിക് ബൂ ആണെങ്കിൽ ടെററായിട്ട് അങ്ങനെ ടേൺ ചെയ്യും. അത് കണ്ട് ബാബിഡി ഭയപ്പെടും. പക്ഷെ അടുത്ത നിമിഷം അതാണെങ്കിൽ ബാബിഡിയെ നോക്കി കോക്രി കാണിക്കുകയാണ്. നമ്മുടെ ആൾക്കാർക്കും അവർക്കും ഒന്നും മനസ്സിലാവില്ല. ഡാബ്രയാണെങ്കിൽ ബാബിഡിയോട് ചോദിക്കും, ഇവന് വേണ്ടിയാണോ ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങളിതെല്ലാം ചെയ്തത്? ഇവനെ കാണുമ്പോൾ ഒരു പിങ്ക് പന്നിയെ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അത് കേട്ട് ഇപ്പൊ മാജിക് ബൂ ടെററായിട്ട് അവനെ നോക്കും. അതിന് ഡാബ്ര പറയും, അതെ, പറ്റിയ പേര് തന്നെയാണ് ഞാനിപ്പോ നിനക്ക് ഇട്ടത്. ഉടനെ അവനാണെങ്കിൽ ഇപ്പൊ ഡാൻസ് കളിക്കാനായിട്ട് ആരംഭിക്കും. ഗോഹാൻ ആണെങ്കിൽ സുപ്രീം കായോട് പറയും, ഇതിനെ കണ്ടിട്ട് എനിക്കും അങ്ങനെയൊന്നും തോന്നുന്നില്ല, ഇതിന് വലിയ പവറൊന്നും ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. ഉടനെ ഇവിടെ മാജിക് ബൂം ആണെങ്കിൽ എന്റെ ബോഡിയിൽ നിന്ന് ഒരുപാട് കാറ്റങ്ങനെ റിലീസ് ചെയ്യാണ്. അത് കണ്ട് ഡാബർ പറയും, കാറ്റ് നിറച്ച ഒരു ബലൂൺ പോലെയാണ് നിന്നെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. അടുത്ത നിമിഷം അവൻ കൈ ചുരുട്ടി ഇപ്പൊ ഡാബറെ ആഞ്ഞിട്ടിക്കും. ആ ഒരു ഇടിയുടെ പവർ താങ്ങാൻ കഴിയാതെ അവരെയാണെങ്കിൽ കരഞ്ഞ് നിലവിളിക്കും. മാജിക് ബൂ ആണെങ്കിൽ ഡാബ്രയെ തൂക്കിയെടുത്ത് കറക്കി ദൂരേക്ക് എറിയാണ്. അവനാണെങ്കിൽ അനക്കമില്ല. അതിനുശേഷം മാജിക് ബൂ ആണെങ്കിൽ കൈകൊട്ടാനായിട്ട് തുടങ്ങും. ബാബിഡി ആണെങ്കിൽ ഇപ്പോ അവനോട് പറയും, വാവ്, ഇതുപോലൊന്നും ഇനി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ ശരിക്കും അടിപൊളിയാണ് മാജിക് ബൂ. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചതല്ല. എന്നെപ്പോലെ ഇത്രയും പവറുള്ള ഒരാളിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും കാലം വെയിറ്റ് ചെയ്തത്. വാവ്, ഞാനിപ്പോ സന്തോഷവാനാണെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ കൈയടിക്കും. അവനാണെങ്കിൽ സുപ്രീം കായോട് പറയും, എന്റെ അമ്മേ, അവന്റെ പവർ അത് വളരെ കൂടുതലാണ്. തോക്കിൽ നിന്ന് ബുള്ളറ്റ് പോകുന്ന വേഗതയിലാണ് അവൻ മൂവ് ചെയ്യുന്നത്. ഡാബ്രയെ ഒറ്റയടിക്ക് അവൻ ഫിനിഷാക്കി. അവന്റെ പവർ അതങ്ങനെ കൂടി വരുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അവനെ ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ഇവിടെ ഗോക്കു ആണെങ്കിൽ മാജിക് ബൂവിന്റെ പവർ അതങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കും. അതിനുശേഷം വജീറ്റയോട് പറയും, നിനക്കിപ്പോഴും ആ പവർ സെൻസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ലേ? അത് കൂടി വരുന്നുണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിലും ഒരുപാട് കൂടുതലാണത്. എനിക്ക് ഉറപ്പുണ്ട് ആ മാജിക് ബൂ അവൻ പുറത്തേക്ക് വന്നു കഴിഞ്ഞു. ഇനി എന്ത് വേണമെങ്കിലും സംഭവിക്കാം. നമ്മുടെ ഈ ഫൈറ്റ് നിർത്താനുള്ള സമയം അതായിരിക്കുന്നു വജീറ്റ. നമുക്കൊരു കോമൺ ശത്രു വീണ്ടും ജന്മം എടുത്തിരിക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെ ആണെങ്കിൽ കോട്ടനോട് പറയും, നിനക്കൊരു പവർ കൂടുതലായിട്ട് ലഭിക്കുന്നുണ്ടോ?
എനിക്ക് ഭയങ്കരമായിട്ടൊരു പവർ സെൻസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. അതാരുടേതായിരിക്കും? അതിന് ഗോട്ടം പറയും, അതെ എനിക്കും ആ പവർ കിട്ടുന്നുണ്ട്. എവിടേക്കാ പോവാ? അതിന് ട്രങ്ക്സ് പറയും, നമുക്ക് ആ പവർ കൂടിയ ഭാഗത്തേക്ക് പോവാന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അങ്ങനെ അവിടുന്ന് പോവാണ്. കട്ട് ചെയ്താ ഇവിടെ വെജീറ്റ ആണെങ്കിൽ വീണ്ടും ഗോക്കുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. അതിന് ഗോക്കു ആണെങ്കിൽ അവന്റെ കൈ പിടിച്ച് ലോക്ക് ചെയ്ത് ഇപ്പൊ വെജീറ്റയോട് പറയും, നീ ഞാൻ പറയുന്നത് കേൾക്ക്, ഇപ്പൊ കാര്യം കൈവിട്ട് പോവാണ്. നമ്മൾ ഫൈറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് മാജിക് ബോ അവൻ പുറത്തേക്ക് വന്നത്. ഇപ്പോഴും നമ്മൾ ഈ ഫൈറ്റ് നിർത്തി അവനെതിരെ പോരാടിയിട്ടില്ല എങ്കിൽ അവൻ ഈ ഭൂമി മുഴുവൻ നശിപ്പിച്ചു കളയും. ഭൂമിയിലുള്ള ജനങ്ങളും നിന്റെ ഭാര്യ ബുൽമയും ട്രങ്ക്സും എല്ലാവരെയും നിനക്ക് നഷ്ടാവും. അതിന് വെജീറ്റ പറയും, എനിക്ക് അവരിന്ന് നഷ്ടപ്പെടുന്നത് യാതൊരു കുഴപ്പമില്ല. എനിക്കിപ്പോൾ വേണ്ടത് ഈ മാച്ചിൽ നിന്നെ തോൽപ്പിക്കുക എന്നത് മാത്രമാണ്. എനിക്ക് പ്രശ്നമല്ലെന്ന് പറഞ്ഞ് വെജീറ്റ ആണെങ്കിൽ വീണ്ടും ഗോക്കുവിനെ പഞ്ച് ചെയ്യും. അതിന് ഗോക്കു ആണെങ്കിൽ അവന്റെ മുഖത്ത് ആഞ്ഞെട്ടിക്കുകയാണ്. എനിക്ക് നന്നായിട്ട് അറിയാം നിനക്ക് നിന്റെ ഭാര്യ ബുൽമയോടും നിന്റെ മകൻ ട്രങ്ക്സിനോടും ഒരുപാട് സ്നേഹമുണ്ടെന്ന്. ഉറപ്പായാലും അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ നീ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വെജീറ്റ പറയും, ഓക്കെ, ഒരു മാജിക് ബൂ കാരണം ഇപ്പൊ എന്റെ മൈൻഡ് ഡൈവേർട്ട് ആയിരിക്കുകയാണ്. ആദ്യം അവനെ തകർത്തതിന് ശേഷം ഞാൻ ഈ ഫൈറ്റ് അത് കംപ്ലീറ്റ് ചെയ്യും. നിന്റെ കയ്യിൽ ആ ഒരു സെൻസ് പിൻസ് ഇല്ലേ, അതിലൊരെണ്ണം എനിക്ക് താ. അത് കേട്ട് ഗോക്കു പറയും, അതെ അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. നമുക്ക് ആദ്യം ആ ഒരു മാജിക് ബൂവിനെ തീർക്കാന്ന് പറഞ്ഞ് അവൻ ആ സെൻസ് പിൻസ് എടുക്കാൻ ശ്രമിക്കും. ആ ഗ്യാപ്പിൽ വെജീറ്റ ആണെങ്കിൽ ഗോക്കുവിന്റെ പുറകിൽ ആഞ്ഞടിക്കുകയാണ്. ആ ഒരു അടിയിൽ ഗോക്കു ആണെങ്കിൽ കൺട്രോൾ പോയി നിലത്തങ്ങനെ അടിച്ച് വീഴുകയാണ്. ഗോക്കുവിനാണെങ്കിൽ അനക്കമില്ല. അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ സെൻസുബീൻ പാക്കറ്റ് അത് താഴേക്ക് വീഴും. അതിൽ നിന്ന് പുറത്തേക്ക് വന്ന ഒരു സെൻസുബീൻ എടുത്ത് വെജീറ്റ കഴിക്കും. ആ കാരണമാണ് ആ മാജിക് ബൂ പുറത്തേക്ക് വന്നത്. സോ ഞാൻ തന്നെ അവനെ ഇല്ലാതാക്കും. അതിനുശേഷം ഞാൻ തിരികെ വരും ഗോക്കു. പിന്നീട് നമ്മുടെ മാച്ച് കംപ്ലീറ്റ് ചെയ്യും. ഞാൻ ജീവനോടുകൂടെ വരികയാണെങ്കിൽ. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇവിടെ ബാബിഡി ആണെങ്കിൽ മാജിക് ബൂവിനോട് പറയും, അത് ശരിക്കും അടിപൊളിയായിരുന്നു. നീ ഞാൻ പറയുന്നത് കേൾക്ക്, ഞാൻ നിന്റെ മാസ്റ്ററാണ്. ഞാൻ പറയുന്നത് വേണം നീ അനുസരിക്കാൻ. ഉടനെ മാജിക് ബൂ ആണെങ്കിൽ വീണ്ടും അവനെ നോക്കി കോക്കറി കാണിക്കുകയാണ്. ഓ നോ, നീ വീണ്ടും എന്നെ കളിയാക്കുകയാണോ? അച്ഛന്റെ പുസ്തകത്തിൽ നോക്കി ഞാൻ എല്ലാ കാര്യങ്ങളും പഠിച്ചെടുത്തതാണ്. എന്നെ ധിക്കരിച്ചാൽ വീണ്ടും നിന്നെ ഞാൻ ആ ഗോളത്തിനുള്ളിലാക്കും. അത് കേട്ട് മാജിക് ബൂ ആണെങ്കിൽ മര്യാദയ്ക്ക് നിൽക്കും. ഇവിടെ ഗൊഹാനാണെങ്കിൽ സുപ്രീം കായോട് പറയും, അവനൊരു ചെറിയ കുട്ടിയെ പോലെയാണ്, നമുക്ക് എത്രയും വേഗം ബാബിഡിയെ തോൽപ്പിക്കാം. ബാബിഡി ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ അവനെ കൺട്രോൾ ചെയ്യാൻ ആർക്കും പറ്റില്ല. നമുക്ക് എങ്ങനെയെങ്കിലും മാജിക് ബൂവിനെ ഇല്ലാതാക്കാൻ പറ്റും. അതിന് സുപ്രീം കായ് പറയും, അയ്യോ ഇല്ല, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അവിടെ കൊണ്ട് മാത്രമേ അവനെ വീണ്ടും ആ ഒരു കോളത്തിനുള്ളിലാക്കാനായിട്ട് കഴിയൂ. സോ ഞാൻ പറയുന്ന അനുസരിക്ക് ഞാനാണ് സുപ്രീം കായ്. അധികം വൈകാതെ ജനങ്ങളുടെ ജീവൻ അപകടത്തിലാവും. എന്റെ പ്ലാനുകളൊക്കെ പോയിരിക്കുകയാണ്. മിക്കവാറും നമ്മൾ ഇവിടെ വെച്ച് മരിക്കും. അത് കേട്ട അവിടെയാണെങ്കിൽ മാജിക് ബൂവിനോട് പറയും, നീ ആദ്യം അവർ രണ്ടുപേരെയും കൊല്ല്. അത് കേൾക്കേണ്ട താമസം ഗോഹാനാണെങ്കിൽ ഇപ്പൊ സുപ്രീം കായുടെ കൈ പിടിച്ച് വലിച്ച് പറന്നു പോകും. തൊട്ടു പിന്നാലെ ആ മാജിക് ബൂ അവനവന്റെ ഫുൾ പവറിൽ അങ്ങനെ പറന്ന് പൊന്തുകയാണ്. ആണെങ്കിൽ അത്ഭുതപ്പെടും, ഓ നോ, അവൻ ഇത്രയും സ്പീഡ് ഉണ്ടായിരുന്നോ? അവനാണെങ്കിൽ ഇപ്പൊ ഏകദേശം ഗൊഹാന്റെയും സുപ്രീം കായുടെയും തൊട്ടടുത്തെത്തും. ഗൊഹാനാണെങ്കിൽ പുറകിലേക്ക് നോക്കി നിൽക്കുന്ന അതേ സമയം ഇപ്പൊ ആ മാജിക് ബൂ അവരുടെ തൊട്ട് മുൻപിൽ വന്ന് ഗൊഹാനെ ആഞ്ഞടിച്ച് താഴെയിടും. സുപ്രീം കായാണെങ്കിൽ താഴേക്ക് നോക്കും. ഗൊഹാൻ ഒരുപാട് പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. അവൻ ഇപ്പോഴും ജീവനുണ്ട്. സുപ്രീം കായ് ആണെങ്കിൽ അവന്റെ പവർ ഉപയോഗിച്ച് ഇപ്പോ ആ ഒരു ജയന്റ് ബോമിനെ പ്രതിരോധിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അവനൊന്നും സംഭവിക്കില്ല. ബാബുഡി ആണെങ്കിൽ ബോവിനോട് ഇപ്പോ സുപ്രീം കായെ കൊന്നു കളയാനായിട്ട് പറയാണ്. അടുത്ത നിമിഷം അവൻ സുപ്രീം കായുടെ മുഖത്ത് ആഞ്ഞടിച്ച് താഴേക്ക് തട്ടിയിടുകയാണ്. സുപ്രീം കായ ആണെങ്കിൽ വിട്ടുകൊടുക്കാതെ വീണ്ടും മുകളിലേക്ക് വന്ന് ആളുടെ പവർ വെച്ച് അതിനെ അറ്റാക്ക് ചെയ്യും. പക്ഷെ അതിനാണെങ്കിൽ ഒരു പോറൽ പോലും പറ്റാതെ ഹായ് ആയിട്ട് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.